ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാമാണ് ഇന്നത്തെ ബ്ലെസ്സിങ്സ് നോക്കാം. പോസ്റ്റ് ആയിട്ടിരിക്കണേ. എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് എംപ്രസിൻ്റെ കാർഡാണ്. ഇന്നലെയും സെയിം കാർഡായിരുന്നു ഫസ്റ്റ് വന്നിട്ട്. ക്രിയേറ്റിവിറ്റി എന്നുള്ളൊരു കാർഡായിരുന്നു. സെയിം എംപ്രസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ എംപ്രസിൻ്റെ കാർഡ് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി വരുമ്പോൾ അതിനർത്ഥം നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ എംപ്രസ് കാർഡ് പറയുന്നത്. നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ട് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഏതൊരു ട്രോമയിലാണോ നിന്നത് ആ ട്രോമയിൽ നിന്ന് പുറത്ത് കടന്നിട്ട് നിങ്ങൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ പുറത്ത് കടന്നൊന്നും തോന്നുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ ലൈഫിലൊരു സെക്കൻഡ് വേ ഓഫ് ലൈഫ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ട്രോമയിൽ നിന്ന് നിങ്ങൾ എന്തായാലും പുറത്ത് കടന്നിട്ടുണ്ടാവും. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മുന്നോട്ട് മറ്റൊരു മേഖലയിൽ നിങ്ങൾ അതിജീവിച്ച് വന്നിട്ടുണ്ടാവും. നിങ്ങൾ ക്രിയേറ്റീവായിട്ട് പുതിയൊരു കാര്യം ചെയ്ത് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്താണോ നേരത്തെ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത് ആ കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഈ എംപ്രസിൻ്റെ എനർജി പറയുന്നത്. ക്രിയേറ്റീവായിട്ടിരിക്കുക, ഫെർട്ടൈലായിട്ടിരിക്കുക, അതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ വർക്കാവുക, വളരെ ഭാഗ്യമുള്ള ആളായിരിക്കാനൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് വളരെ ഭാഗ്യമുള്ള ദിവസമായിരിക്കും. വളരെ ക്രിയേറ്റീവായിരിക്കും, വളരെ ഫെർട്ടൈലായിരിക്കും. പിന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ വല്ലാതെ സെൽഫ് ലവ് ചെയ്യുന്നത് കൊണ്ട് വളരെ ഭംഗിയിലായിരിക്കും നിങ്ങളെ അണിയിച്ചൊരുങ്ങിയൊക്കെ കൊണ്ടു നടക്കുന്നത്. അതുപോലെ ഇന്ന് യാത്ര ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എവിടെ നിങ്ങൾ ചെന്നാലും നിങ്ങളായിരിക്കണം സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന നിലയിൽ നിങ്ങളെ തന്നെ ഏറ്റവും വെൽ ഡെക്കറേറ്റഡായി വെൽ മോഡിഫൈഡ് ആയിട്ടായിരിക്കും ഇന്നത്തെ ദിവസം എക്സിബിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം, നിങ്ങളെക്കുറിച്ച് പുറത്ത് ഗോസിപ്പുകൾ നടക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ മാത്രം അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗോസിപ്പിങ് ചുറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഗോസിപ്പ് മോങ്കേഴ്സിനെ, ആരാണോ അത് പറഞ്ഞുണ്ടാക്കുന്ന ആളുകളെ, അവർ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. കാരണം അവർ പറയുന്നത് കൊണ്ട് അവരുടെ സ്വഭാവ മഹിമയാണ് പുറമേ കാണിക്കുന്നത്. അവരത് പറഞ്ഞോട്ടെ, നിങ്ങളതിനെ മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾക്ക് അത് മൈൻഡ് ചെയ്യാത്തങ്ങ് വിട്ട് കളഞ്ഞേക്കുക. ഡീഫെയിംഡ് ആകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ കുറ്റം, നിങ്ങൾക്ക് പിന്നിൽ മറ്റുള്ളവർ സംസാരിക്കുന്നുണ്ടാവും, നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ടാവും. നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. ഓക്കെ. അപ്പോൾ സ്വന്തമായിട്ട് ഫെയിം ഉണ്ടാക്കുന്നതായിട്ടും അതുപോലെ ഡീഫെയിംഡ് ആവുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് വളരെ നിങ്ങളിൽ തന്നെ സെൽഫ് സഫീഷ്യൻ്റ് ആണ്. നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി മറ്റൊരാളിൽ നിന്ന് ആശ്രയിക്കാൻ പോകേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾ തന്നെ ഇനഫാണ്. ഓക്കെ. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മറ്റൊരാളെ ആശ്രയിക്കാൻ പോകേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾക്കുള്ള സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇന്നേ ദിവസം ഉണ്ടെന്നുള്ളതാണ്. ദെൻ 2 ഓഫ് വാണ്ട്സ് ആണ് ഇത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സോഷ്യൽ മീഡിയയിലോ പുറത്തോ എന്തെങ്കിലും ഒരു കാര്യം, ഒരാളെ ആയിരിക്കാം, ഒരു ജോലിക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കറിയേണ്ടുന്ന ഒരു ഡേറ്റയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, എക്സാമിനൊക്കെ നിങ്ങളിന്ന് പോകുന്നുണ്ടെങ്കിൽ, എക്സാമിനേഷൻ എഴുതുന്നുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങൾ എന്താണോ തിരയുന്നത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ദിവസമാണ്. നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരാളെ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളിൽ നിന്ന് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കോൾ ഒരു ഇൻറ്റിമേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. എക്സാമിന് എഴുതാൻ പോകുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. മാത്രമല്ല ഇന്ന് നിങ്ങൾ കൂടുതൽ സമയം ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മൊബൈൽ ഫോണിൽ അധിക സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഏത് മീഡിയമോ ആണോ ഉപയോഗിക്കുന്നത്, അപ്പം ഏത് ഡിവൈസാണോ യൂസ് ചെയ്യുന്നത് അത് ഓവറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. ഏത് മീഡിയമാണോ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണോ യൂസ് ചെയ്യുന്നത്, ഇപ്പം യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുക, ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ അതിൽ ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്ന മീഡിയം അതിൽ നിന്ന് ഓവറായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷനിലൂടെ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് മറ്റ് കഥകൾ പുറത്തുണ്ട് എന്ന് നിങ്ങൾ ഇന്ന് ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞറിയാനും സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ 2 ഓഫ് കപ്സ് ആണ്. ഇതൊരു ബാലൻസിൻ്റെ കാർഡാണ്, പ്ലസ് റിയൂണിയൻ്റെ കാർഡാണ്. റിയൂണിയൻ മീൻസ് യൂണിയൻ്റെ കാർഡാണ്. ഓക്കെ. ഇത് നിങ്ങളൊരു ബാലൻസ് ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പിലാണ് നിൽക്കുന്നതെങ്കിൽ, അതായത് നിങ്ങൾ എഫേർട്ട് കൂടുതലിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങളുടേതെങ്കിൽ അവിടെ ഒരു ബാലൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. ഇനി പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്ന, ഇപ്പോൾ ജോലി അല്ലെങ്കിൽ കരിയർ
പാർട്ട്ണർഷിപ്പിൽ ഒരു ഓണ്ടർപ്രണറായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചും ഇന്ന് വളരെ നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസും ഒരു ഹാപ്പിനെസ്സും നിങ്ങൾ തമ്മിൽ ഒരു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ കപ്പ് ഓഫ് ലവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡ് ഓവർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. വളരെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇത് ഓഫ് കോഴ്സ് യൂണിയൻ്റെ കാർഡാണ്. സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ലവേഴ്സിനിടയിൽ നിന്ന് യൂണിയൻ നടക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ഇത് വേറൊരു കാര്യം, നിങ്ങളുടെ ഒരു സോൾമേറ്റിനെ നിങ്ങളിന്ന് കാണാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ആളായിരിക്കാം, ചിലപ്പോൾ അറിയാത്ത ആളായിരിക്കാം. അങ്ങനെ ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് എൻ്റർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ സോൾമേറ്റ് ആണ്, പക്ഷേ നിങ്ങൾക്ക് മേ ബി നിങ്ങൾക്ക് മുന്നേ അറിയുന്ന ആളായിരിക്കും, അറിയാത്ത ആളായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് സോൾമേറ്റ് ആണെന്ന് ഇതുവരെ അറിയില്ലായിരിക്കും, പക്ഷേ ഇന്നേ ദിവസം നിങ്ങൾക്കത് അറിയാൻ മനസ്സിലാവാൻ സാധ്യതയുണ്ട്. ദെൻ ഏസ് ഓഫ് സ്വാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. ആർഗ്യുമെൻറ്റുകൾ ഉണ്ടാവുക, പിന്നെ പ്രഗ്നൻസി റിവീൽഡ് ആവുക, സർജറികളൊക്കെ നടക്കുക, ഒരു പുതിയ തുടക്കം ഉണ്ടാവുക, പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെയാണ്. അപ്പോൾ വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് നിങ്ങളുടെ വീട് പണിയുടെ സ്റ്റാർട്ടിംഗ് ആയിരിക്കാം. ചിലപ്പോൾ ഇന്ന് കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. അതൊരു ലൈഫിൻ്റെ തുടക്കമാണല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ചിലപ്പോൾ ഒരു ഫംഗ്ഷനിൽ ഒരു കല്യാണം പോലുള്ള ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നതായിരിക്കാം. ഏസ് ഓഫ് സ്വാർഡ്സ് പുതിയ തുടക്കത്തിന് സാക്ഷിയാവുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു പുതിയ തുടക്കം, പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ ഒരു സർജറിയൊക്കെ നിങ്ങൾക്ക് പ്രിഫർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഇന്നേ ദിവസം ഒരു സർജറിയൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആയുധങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മുറിവ് പറ്റാതൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കണം, മറ്റുള്ളവർക്ക് ഹേർട്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് സ്വാർഡ്സ് പറയുന്നത് കേട്ടോ. പുതിയ തുടക്കമാണ്, പുതിയ തുടക്കം, എ ന്യൂ ബിഗിനിങ് ആണ്. ദെൻ ടു ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒന്നിലധികം പ്രയോറിറ്റീസ് ഉണ്ട്. അപ്പം അത് വേണോ ഇത് വേണോ, അതോ അത് വേണോ വേണ്ടേ എന്നൊക്കെയുള്ള ആ ഒരു രണ്ട് ഡബിൾ മൈൻഡാണ്. ഈ ജഗ്ലിംഗ് എന്ന് പറയുന്ന സാധനമാണ്. ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ എന്ത് ചെയ്യണം എന്നറിയാതൊരു മൊമെൻറ്റ് ടു മൊമെൻ്റ് ആണ്. അത് വേണോ ഇത് വേണോ, അങ്ങനെ ഓരോ നിമിഷം മാറുന്നതനുസരിച്ച് നമ്മുടെ അഭിപ്രായവും അല്ലെങ്കിൽ ചിന്തയും മാറിക്കൊണ്ടിരിക്കുക, തീരുമാനം മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ പ്രയോറിറ്റീസ് കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ജഗ്ലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ബാലൻസില്ലായ്മയാണ് ടു ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ആ ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്പർച്യൂണിറ്റീസ്, ജോലിയാണെങ്കിൽ രണ്ട് ജോലി, അവസരമാണെങ്കിൽ രണ്ട് അവസരം, വ്യക്തികളാണെങ്കിൽ രണ്ട് വ്യക്തികൾ, അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഏതാണെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതാണ്. അതുപോലെ രണ്ട് സാഹചര്യങ്ങൾ വരുമ്പം അത് പോണോ പോണ്ടയോ, വേണോ വേണ്ടയോ എന്നൊക്കെയുള്ളൊരു ജഗ്ലിംഗ് ഉണ്ടല്ലോ. ആ ഒരു ജഗ്ലിംഗ് ആണ് ടു ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഹീറോഫിൻ്റെ കാർഡാണ്. അപ്പോൾ ഒരു കല്യാണം പോലുള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ കല്യാണം പോലുള്ള ഒക്കേഷൻസിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്, സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ സാധ്യത ഉണ്ടാകാം. പിന്നെ ഇത് ഹീറോഫിൻ്റെ കാർഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളിന്ന് ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നുണ്ടായിരിക്കും. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടിയിട്ടായിരിക്കാം. മതപുരോഹിതന്മാരുമായിട്ടൊക്കെ ചിലപ്പോൾ നിങ്ങളിന്ന് സംസാരിക്കാനോ അവരിൽ നിന്ന് കൗൺസിലിംഗ് ഒക്കെ കിട്ടാനോ സാധ്യതയുണ്ട്. പ്രത്യേകം പൂജാതി കർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരു കൺസൾട്ടേഷന് വേണ്ടി മറ്റാളുകളോട് ചോദിക്കുന്നുണ്ടാകും, ഗൈഡൻസിന് വേണ്ടിയിട്ട് മറ്റാളുകളോട് സംസാരിക്കുന്നുണ്ടാകാൻ സാധ്യതയുണ്ടത് ഹീറോഫിൻ്റെ കാർഡാണ്. പിന്നെ നിങ്ങൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട്, ജോലിക്കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സാമുദായിക നേതാക്കന്മാരോടൊക്കെ സംസാരിക്കത്തില്ലേ, അങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. മറ്റാളുകളോട്, അതായത് കുറച്ച് എന്ന് വെച്ചാൽ ഹയറാർക്കിയിൽ മുകളിൽ നിൽക്കുന്ന ആളുകളോട് റെക്കമെൻഡേഷന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ടായിരിക്കാം, മനസമാധാനത്തിന് വേണ്ടിയിട്ടായിരിക്കും, അവരോട് ഗൈഡൻസോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുക, അവരോട് കൂടി ആലോചിക്കുക, ഡിസ്കസ് ചെയ്യുക, അതൊക്കെയാണ് ഹീറോഫിൻ്റെ കാർഡ് പറയുന്നത്. പിന്നെ വേറെന്തോന്നും ഹീറോഫിൻ്റെ പറയണമെന്നോ, ഇതേ ഈ റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ സ്റ്റക്കായി നിൽക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടല്ലോ, അവരിൽ ചിലപ്പോൾ ഡിവോഴ്സിലേക്ക് ലീഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ കോൺവെർസേഷൻസ് പോകാൻ സാധ്യതയുണ്ട്. ഡിവോഴ്സ് ചെയ്തേക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് ചിലപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം എത്താൻ സാധ്യതയുണ്ട്. ഒരു രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ റിലേഷൻഷിപ്പുകൾ എൻഡപ്പായി പോകുന്നതെന്ന് പറഞ്ഞാൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സാഹചര്യമാണ്. ഒരു വിവാഹമോചനം എന്നൊക്കെ പറയുന്നത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സാഹചര്യമാണ്. പക്ഷേ ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ ചില ആളുകളുടെ റിലേഷൻഷിപ്പ് എൻഡപ്പ് ആവുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഈ കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ എത്ര സ്ട്രഗിൾ ചെയ്തിട്ട് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്തവർ
അവർ അത് എൻ്റെ പാക്കി പോകാൻ മിക്കവാറും പേരും അങ്ങനെയുള്ളവർ എൻ്റെ പാക്കി പോകുന്നത് തന്നെയാണ് നല്ലത്. ബിക്കോസ് അതിൻ്റെ ഇടയിൽ നിന്നിട്ട് കുഞ്ഞുങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ നിങ്ങൾ ഡിവോഴ്സ് വാങ്ങിച്ച് രണ്ടുപേരും രണ്ടുപേരുടെ വഴി നോക്കി പോകുന്നതായിരിക്കും. കാരണം നിങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. മാക്സിമം ശ്രമിക്കുക. ഒട്ടും പറ്റുന്നില്ലാന്നുണ്ടെങ്കിൽ പരസ്പരം വെറുപ്പിൻ്റെ അങ്ങേയറ്റെത്തുന്നതിന് മുമ്പ് കൈ കൊടുത്ത് പിരിയുന്നതാണ് നല്ലത്. അപ്പോൾ ചില ആളുകൾ ഇന്ന് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ഹീറോഫിൻ്റെ കാർഡ് പറയുന്നത്. ഇതൊരു ഗൈഡൻസിൻ്റെ കാർഡാണ്. നിങ്ങൾ സ്പിരിച്വലി ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ഗൈഡൻസ് എടുക്കുന്നതായിരിക്കും. ടാരോ ഗൈഡൻസ് ആയിരിക്കാം, കൗൺസിലിംഗ് ആയിരിക്കാം. ഈ മതപുരോഹിതന്മാരോട് പോയി കുമ്പസാരം നടത്തുകയോ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാവാം. അങ്ങനെയാവും കേട്ടോ. അതും അങ്ങനെയും കൺസൾട്ടേഷൻ ആവാം, ഗൈഡൻസ് ആവാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദെൻ കിങ് ഓഫ് വാണ്ട്സ് ആണ്. ഇന്ന് കുറച്ച് കരിയർ ഫോക്കസ്ഡ് ആയിരിക്കും. ജോലിയിൽ കൂടുതൽ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി മാറി വേറൊരു ജോലിയിലേക്ക് പോയാലോ എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആളുകളെ കാണുന്നുണ്ട്. അതുപോലെ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് മാറിയിട്ട് വേറൊരു മേഖല സെലക്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളൊരു പാഷനെ ചേസ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് എത്തിയതിന് ശേഷം അടുത്തതിലേക്ക് പോകണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതായത് നിങ്ങൾ പാഷനേറ്റ് ആയിരിക്കും, ഒരുപാട് പാഷനേറ്റ് ആയിരിക്കും. ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്താൽ അതിൻ്റെ അവസാനം കണ്ടിട്ട് മാത്രം പിന്മാറുന്ന ആളായിരിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും ഓപ്റ്റിമൽ ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നെക്സ്റ്റ് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു എനർജിയാണ് ഈ കിങ് ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഈ എവിടെയെങ്കിലും ഒരു ഗ്യാതറിങ്ങിലൊക്കെ പോയി ചെറുതായിട്ടൊന്ന് വായി നോക്കി നടക്കാനൊക്കെ സാധ്യതയുണ്ട്. അതാണ് കിങ് ഓഫ് വാണ്ട്. ദെൻ പേജ് ഓഫ് സോഡ്സ് ആണ്. പാസ്റ്റിലത്തെ കാര്യമാണ്. പാസ്റ്റിലെ ആരോ ഒരാളെ നിങ്ങളിന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. പാസ്റ്റിൽ നിന്ന് ഒരാൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ പാസ്റ്റിലുള്ള ഒരു ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാഹചര്യമായിരിക്കാം ഇതൊന്ന് റിപ്പീറ്റ് ആവാനോ ഒന്നത് അവരെ കാണാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പം പേജ് ഓഫ് സോഡ്സ് പറയുമ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നതായിരിക്കാം, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കാം, പുതിയ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നതായിരിക്കാം. പക്ഷേ തൊട്ട് മുമ്പ് നിങ്ങൾക്കൊരു വീഴ്ച പറ്റിയിട്ടുള്ള ആളായിരിക്കാം നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത് തൽക്കാലം പോസിബിൾ അല്ല, നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും, എന്ത് റിസ്ക് എടുത്തും പുതിയ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യും. പിന്നെ ഇത് പാസ്റ്റിൽ നിന്ന് നിങ്ങളെ കാണാൻ ആരോ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പാസ്റ്റിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നു. പഴയ ആളുകളെ ആയിരിക്കാം, പഴയ സ്ഥലത്തേക്ക്, നിങ്ങൾക്ക് പരിചയമുള്ള മറ്റ് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾ പോകുന്നതായിരിക്കാം. പഴയ നിങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിലോട്ടോ അങ്ങനെയുള്ള നാട്ടിൽ പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ പഴയ ആളുകളോട് പഴയ കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കാം, പഴയ ആളുകളെ കാണുന്നതായിരിക്കാം കേട്ടോ. ചിലപ്പോൾ ഇത് പാസ്റ്റിലത്തെ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട്. നിങ്ങൾ പാസ്റ്റിൽ ജോലി ചെയ്തിരുന്ന സ്ഥലമില്ലേ, അവിടെയൊക്കെ ചിലപ്പോൾ ഇന്ന് പോകാൻ സാധ്യതയുണ്ട്. പാസ്റ്റ്. ദെൻ നൈറ്റ് ഓഫ് വാണ്ട്സ് ആണ്. പാഷനേറ്റായിട്ട് ജോലി ചെയ്യുന്നത് തന്നെയാണ് കാണുന്നത്. ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കുക, വളരെ പാഷനേറ്റായിട്ട് അതിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക എന്നൊക്കെയാണ്. അതുപോലെ ഇന്ന് വല്ലാതെ കുറച്ച് ഫിസിക്കൽ താല്പര്യങ്ങളൊക്കെ കൂടുതലുള്ളൊരു ദിവസമായിരിക്കും. വളരെ പാഷനേറ്റായിട്ട് ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള താല്പര്യങ്ങളോട് കൂടിയ ദിവസമായിരിക്കും ഇന്ന്. ഇതിനും ഒരു ആവേശം കാണിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ദെൻ 6 ഓഫ് വാണ്ട്സ്, അത് റീയൂണിയൻ്റെ കാർഡാണ്, പബ്ലിക് റെക്കഗ്നേഷൻ്റെ കാർഡാണ്. വീണ്ടും അതൊരു കല്യാണം പോലുള്ള ഏതെങ്കിലും ഫംഗ്ഷനിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടായിരിക്കും, യാത്ര പോകുന്നുണ്ടായിരിക്കും. അവിടെ നിങ്ങൾ എല്ലാവരുടെയും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങളാവുന്നുണ്ടായിരിക്കും. പിന്നെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങളായിരിക്കും നമ്മൾ ഫസ്റ്റ് കാർഡിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറയുന്നത് നിങ്ങൾ ആദരിക്കപ്പെടുക, മറ്റുള്ള ആളുകളുടെ മുമ്പിൽ നിങ്ങൾ ആദരിക്കപ്പെടുന്നുണ്ടാവാം, നിങ്ങൾക്ക് പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടുന്നുണ്ടാവാം. സക്സസ് ആൻഡ് വിക്ടറി, നിങ്ങൾ ഇന്ന് എന്ത് ചെയ്താലും സക്സസ് ആൻഡ് വിക്ടറി ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതൊരു പറഞ്ഞ പോലെ റീയൂണിയൻ്റെ കാർഡാണ്. നിങ്ങൾ മനസ്സുകൊണ്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആളെ കാണാൻ പറ്റുക, അവരോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുക, അതൊക്കെയാണ് 6 ഓഫ് വാണ്ട്സ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ബോട്ടം നിൽക്കുന്നത് 10 ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ ഇന്ന് ഓവർ വർക്ക് ചെയ്യേണ്ടി വരും. കൂടുതൽ ജോലി ചെയ്യുക, കൂടുതൽ സമയം ഒരേ ജോലി തന്നെ കുറേ സമയം ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ ജോലി ചെയ്യുക, മറ്റുള്ള ആളുകളുടെ ജോലി ഏറ്റെടുത്ത് ചെയ്യുക, തലയിൽ വെക്കാൻ പറ്റുന്നതിൽ കൂടുതൽ ഭാരം ചുമക്കുക, ബാധ്യതപ്പെടുക എന്നൊക്കെയാണ് ഈ 10 ഓഫ് വാണ്ട് പറയുന്നത്. ഇതൊരു കാർമിക് സിറ്റുവേഷൻ്റെ എൻഡും കൂടി ആയതുകൊണ്ട് നിങ്ങൾ കുറച്ച് സ്ട്രഗിൾഡ് ആയിരിക്കും. കുറച്ച് മാനസിക സമ്മർദ്ദവും ശാരീരിക സമ്മർദ്ദവും കൂടുതലായിരിക്കും. ചിലപ്പോൾ കുറച്ച് പെയിൻ അവിടെ എവിടെയൊക്കെ ശരീരത്തിന് അവിടെ എവിടെയൊക്കെ പെയിൻ വന്നിട്ട് നിങ്ങൾക്ക് ഒരു അനങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ
ഒന്ന് റെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. 10 ഓഫ് വാണ്ടൊക്കെ എന്ന് പറയുന്നൊരു ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നതാണ്. അത് നിങ്ങളിൽ നിന്നൊരു കാർമിക് സിറ്റുവേഷൻ എൻ്റെ പോകുന്ന ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് റിലീസ് ആവുന്ന ബോഡി കൂടെ ആയിരിക്കും, ബോഡി പെയിൻ ആയിരിക്കാം, നംബ്നെസ് ആയിരിക്കാം. അപ്പോൾ അത് ഒന്ന് റെസ്റ്റ് എടുക്കണം, ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ജനറൽ ആയിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് റിക്കവറിയാണ്. അപ്പോൾ നിങ്ങൾ ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇന്ന് റിക്കവേർഡ് ആവും. നിങ്ങളുടെ ഹെൽത്ത് കുറച്ചും കൂടെ ഇമ്പ്രൂവ്ഡ് ആവും. നിങ്ങൾ അതിൽ നിന്നൊക്കെ റിക്കവേർഡായി വരുന്നുണ്ടാകും. നിങ്ങളായിരിക്കാം, നിങ്ങളുടെ വീട്ടിലുള്ളവരായിരിക്കാം, ആരുടെയെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് റിക്കവേർഡ് ആകാൻ സാധ്യതയുണ്ട്. നിങ്ങളായാലും നിങ്ങളുടെ ഫാമിലിയിലുള്ളവരായാലും. അപ്പോൾ ഞാൻ ഈ 10 ഓഫ് വാണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ എന്താവുന്നതിൻ്റെ സഫോക്കേഷൻ നിങ്ങളുടെ ബോഡി റിലീസ് ചെയ്യുന്നത് ചില പെയിനിൻ്റെ രൂപത്തിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ പെയിൻ അനുഭവിക്കുമ്പോൾ ഇത് എന്തിനാണ് ഈ വേദന വന്നതെന്ന് ഓർത്ത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു കർമ്മ റിലീസിങ് നിങ്ങളുടെ ബോഡി അത് റിലീസ് ചെയ്ത് വിടുന്നതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് റിക്കവറി കാണിക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ നിന്ന് ഉടനെ തന്നെ റിക്കവേർഡ് ആവും കേട്ടോ. ദെൻ സെക്കൻഡ് കാർഡ് ഇംപ്രൂവിങ് ഹെൽത്ത്. ഈ എന്തൊരു റെസണേറ്റിംഗ് കാർഡാണല്ലേ. ഫാന്റാസ്റ്റിക്. പ്ലാസ്റ്റിക് ഇലാസ്റ്റിക്. റിക്കവറി ഇംപ്രൂവിങ് ഹെൽത്തുമാണ്. എന്ത് കോയിൻസിഡൻ്റ് ആയിപ്പോയി നോക്കിയേ. അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് ഞാൻ പറഞ്ഞതിന് കറക്റ്റ് റീഡിംഗ് ആണ്. പെയിൻ അനുഭവിക്കുന്ന കുറച്ചധികം പേരപ്പോൾ ഇന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഹെൽത്ത് വളരെയധികം ഇമ്പ്രൂവ്ഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ വീട്ടിലെ ആരും ആകും കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പെറ്റ്സ് ആയിരിക്കാം, നിങ്ങളുടെ വീട്ടിലെ മനുഷ്യരായിരിക്കാം, നിങ്ങളുടെ വീട്ടിലെ പ്ലാന്റ്സ് ആയിരിക്കാം, നിങ്ങൾ ഓമനിച്ച് വളർത്തുന്ന എന്തുമാകാം. അപ്പോൾ എന്തിൻ്റെ ഹെൽത്തിനെ ഓർത്താണോ നിങ്ങൾ വ്യാകുലപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ്ഡ് ആവുമെന്നാണ് കാണുന്നത്. ദെൻ നെക്സ്റ്റ് കാർഡ് വന്നിട്ട് യെസ് ആണ്. അപ്പോൾ എന്താണ് മനസ്സിലുള്ളതെങ്കിലും ഒരു യെസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ കാത്തിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു എനർജിയാണ് ഒക്കെയാണെങ്കിൽ യെസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളൊന്നും പേടിക്കേണ്ട, ഒന്ന് കാത്തിരിക്കുക. നിങ്ങളുടെ ഡിവൈൻ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് യെസ് കാർഡാണ് വന്നിട്ടുള്ളത്. വെയിറ്റ്, നിങ്ങളൊന്ന് യു ഹാവ് ടു ജസ്റ്റ് വെയിറ്റ്. യൂണിവേഴ്സിൻ്റെ ഒരു അലൈൻമെൻറ്റിന് വേണ്ടിയിട്ടോ യൂണിവേഴ്സിൻ്റെ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് നല്ലത് തന്നെയാണ് വരാൻ പോകുന്നത്. ഓക്കെ. ദെൻ എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസും കൂടെ നോക്കാം. എന്താണ് ലവേഴ്സിനോട് യൂണിവേഴ്സിന് പറയാനുള്ള ഗൈഡൻസ്? എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് വന്നിട്ട് പ്ലേഫുൾനെസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു നമ്പഡ് സ്റ്റേറ്റിലാണുള്ളതെങ്കിൽ, അതായത് ഒന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഗ്രോയിങ് അല്ല, സ്മൂത്തായിട്ട് പോകുന്നില്ല, അത് ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ ഇരിക്കുവാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ കുറച്ച് ഫണ്ണായിട്ടിരിക്കുക, നിങ്ങൾ കുറച്ച് യൂത്ത്ഫുൾനെസ്സിലിരിക്കുക, നിങ്ങളിലെ യൂത്ത്ഫുൾനെസ്സിനെ ഷൈൻ ചെയ്യാൻ വിടുക. അപ്പോഴാണ് നിങ്ങളിൽ ആ ഒരു പ്ലേഫുൾനെസ് വരത്തുള്ളൂ. കുറച്ച് കുസൃതിയൊക്കെ ആവശ്യമാണ് റിലേഷൻഷിപ്പിൽ. കുറച്ച് കുസൃതിയും കുറച്ച് കുന്നായ്മയും ഒക്കെ ആവശ്യമാണ്. ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തുറന്നു വെക്കുക. അത് അങ്ങോട്ട് കൊടുക്കാനായാലും ഇങ്ങോട്ട് മേടിക്കാനാണെങ്കിലും അത് ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ ഹൃദയം തുറന്ന് സ്നേഹിക്കുക എന്നാണ് പറയുന്നത്. ദെൻ കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്. ഇത് മൂന്നും പറഞ്ഞ സെയിം കാര്യമാണ്. കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് ആണെങ്കിലും ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ് ആണെങ്കിലും പ്ലേഫുൾനെസ് ആണെങ്കിലും ഒക്കെ നിങ്ങളോട് ഇന്ന് പ്ലേഫുള്ളായിട്ടിരിക്കുക. നിങ്ങളിന്ന് സേഫാണ്. നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ വേണ്ടിയിട്ട് സേഫാണ്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ഓപ്പൺ ആക്കി വെക്കുന്നുണ്ടോ? ഓപ്പൺ യുവർ ഹാർട്ട്, കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്. പ്ലേഫുൾനെസ് ടു റീക്യാപ്ചർ റൊമാൻസ്, അലവ് യുവർ ഇന്നർ യൂത്ത്ഫുൾ സ്പിരിറ്റ് ടു ഫൺ ടു ഷൈൻ. എല്ലാം പറയുന്നത് നിങ്ങൾ ഓപ്പൺ അപ്പ് ആയിട്ടിരിക്കാനാണ്, നിങ്ങൾ ഹൃദയം തുറന്ന് വയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരൊക്കെയോ നിങ്ങളുടെ ഹൃദയം ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്ന ഹൃദയത്തിനോട് ആ ഹൃദയം ഓപ്പൺ ആക്കി വെക്കുക. അവിടെയുള്ള പ്ലേഫുൾനെസ് ഒക്കെ പുറത്തെടുക്കുക. ഗൗരവമായിട്ട് കാണേണ്ട കാര്യമില്ല, ജസ്റ്റ് ഫൺ പോലെ കാണുക. അതിനെ ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ്. ഒന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട, നത്തിങ് വിൽ ഹേർട്ട് യു. ഇനിയൊന്നും നിങ്ങളെ ഹേർട്ട് ചെയ്യാനില്ല. ഇനി വരാൻ പോകുന്നതെല്ലാം നിങ്ങളുടെ നല്ലതിനാണെന്ന് വിചാരിക്കുക. ഓപ്പൺ ആയിട്ടിരിക്കുക. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. എവറിത്തിങ് വിൽ ബി ഫൈൻ. ഓക്കെ. അപ്പോൾ യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് ഇതൊക്കെയാണ്. നമുക്ക് കിട്ടുന്ന ഗൈഡൻസ് അനുസരിച്ച് നമ്മുടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് വർക്ക് ചെയ്യാമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ്, യൂണിവേഴ്സ് തരുന്ന
ഗൈഡൻസ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. വളരെ ഹാപ്പി ആയിട്ടിരിക്കുക, ടാർഗറ്റഡ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് എന്തോ ഒരു ലക്ഷ്യമുണ്ട്, നിങ്ങളൊരു ലക്ഷ്യം സെറ്റ് ചെയ്യുക. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് ഓരോ ദിവസവും. അല്ലാതെ വെറുതെ ഇങ്ങനെ എന്തോ ആയിട്ട് ഇരുന്നാൽ ആ ദിവസങ്ങൾ പോകുന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ലക്ഷ്യം സെറ്റ് ചെയ്യുക, എയിം സെറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, ഗോൾ സെറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. എപ്പോഴും കാണുന്ന, നിങ്ങളെപ്പോഴും പോയി നിൽക്കുന്നത് എവിടെയാണോ, അപ്പോൾ കിച്ചണിലാണെങ്കിൽ കിച്ചണിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ടേബിൾ, നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ടേബിൾ ടോപ്പിൽ, എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നിങ്ങളുടെ ഗോൾ എഴുതി വെക്കുക. എവറി ടൈം വെൻ യു സീ ദിസ് യു വിൽ ടേക്ക് ദ ഡിസിഷൻ ദാറ്റ് ഐ വിൽ ഡു ഇറ്റ്. എപ്പോഴൊക്കെ നിങ്ങളിത് കാണുന്നു അപ്പോഴൊക്കെ നിങ്ങൾ ആ ഡിസിഷൻ എടുക്കുക. ഞാനിത് ഉറപ്പായിട്ടും അറ്റൈൻ ചെയ്യും, അച്ചീവ് ചെയ്യും, ഇതെൻ്റെ ഗോളാണ്, എനിക്ക് നേടണം എന്ന് ഓരോ ദിവസവും പറയുക. ഓരോ ദിവസവും ആ ഗോളിലേക്കുള്ള നിങ്ങളുടെ യാത്ര അല്ലെങ്കിൽ നിങ്ങളുടെ അകലം കുറച്ചുകൊണ്ടേയിരിക്കുക. അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഷുവർലി വൺ ഡേ ഇറ്റ് വിൽ ബി വിത്ത് യു. അത് ഒരു ദിവസം നിങ്ങളുടേത് തന്നെയായിരിക്കും, നിങ്ങളോടൊപ്പം അത് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വർക്കിംഗ് ആയിരിക്കണം ഓരോ ദിവസവും. വെറുതെ ഇങ്ങനെ പഴയത്, നഷ്ടപ്പെട്ടു പോയത്, അതിനെയൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരുന്ന് സമയം വെറുതെ കളയരുത്. ഓക്കെ, അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു സൺഡേ ആയിരിക്കട്ടെ. കുടുംബത്തോടൊപ്പം ഇരിക്കാനും പുറത്ത് പോകാനും സന്തോഷം ഉണ്ടാക്കാനും നല്ല നല്ല മെമ്മറീസ് ഉണ്ടാക്കാനും ഒക്കെ പറ്റട്ടെ. വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.